നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നന്നായി പൂത്ത് നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ. ഒരു മാവല്ല, ഈ തോട്ടത്തിൽ ഏകദേശം 25-30 തൈകളൊക്കെ പ്രായം കുറവാട്ടോ. വളരെ ചെറിയ ഒരു 4 വർഷം 5 വർഷം ആയിട്ടുള്ള തൈകളാണ്. പിന്നെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വർഷക്കാലത്ത് ഉള്ള ആ മഴയിലെ നനവ്, അത് കഴിഞ്ഞാൽ ഒരു തവണ അതിന് വളം കൊടുക്കും. ജൈവ വളങ്ങൾ എന്തെങ്കിലും അതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ രാസവളങ്ങൾ എന്തെങ്കിലും കൊടുക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുക ഇട്ട് കൊടുക്കണം. ഇതിലെ ചപ്പ് വീണതെല്ലാം കൂട്ടിയിട്ട് ഇടയിൽ പുക ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ പുക ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അത് പൂവിടാൻ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ കരിയിലകളും ചപ്പൊക്കെ ഇട്ടിട്ട് പുക ഇടുന്നത്. അങ്ങനെ അത് പിന്നെ അതുകൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാണികളുടെ ശല്യം കുറയും. അതായത് പ്രാണികൾ ഇത് മാങ്ങ കുത്തി വീണ ആ ശല്യമൊക്കെ കുറയും. അതെല്ലാം ചെയ്തിട്ട് സാധാരണ രീതിയിലുള്ള ജൈവവളങ്ങളും മറ്റു വളങ്ങൾ രാസവളങ്ങൾ ആവശ്യമാണെങ്കിൽ പൂവിടാൻ വേണ്ടിയിട്ട് പൊട്ടാഷ്യം ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു, ഇവരുടെ ഇത്തരം തോട്ടങ്ങളിലൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കുകയാണ്. തോട്ടങ്ങളൊക്കെ വൃത്തിയടിച്ച് ചപ്പൊക്കെ കത്തിച്ച് വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ കീടബാധ ഒരുവിധ കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ചൂട്, പാലക്കാടൻ ചൂടിൽ മാവൊക്കെ പെട്ടെന്ന് കായ വരുന്നുണ്ട് വളരെ വേഗത്തിൽ. ഇപ്പോൾ തൈ വെച്ച് കഴിഞ്ഞാലേ, ഒരു ഒട്ട് തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കായിടും. അതായത് ഒന്ന് ചൂടാ. പക്ഷെ നമ്മളറിയാതെ ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ ഒരു ഒട്ടുമാവിൻ്റെ തൈ കൊണ്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, അത് വളരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. വളങ്ങൾ ഇട്ട് കൊടുക്കലും വെള്ളം ഒഴിക്കലും ഒക്കെ കൊടുത്ത് അത് തഴച്ചു വളരും, പക്ഷെ കായിടില്ല. അപ്പോൾ കായിടാൻ വേണ്ടത് മാവിന് ഒരു സമ്മർദ്ദം കൊടുക്കണം. അത് ഒന്ന് വെള്ളം കുറച്ചുകൊണ്ട് ആക്കിയിട്ട് നിർത്തണം. അത് രണ്ടാമത് പുക ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മളിപ്പോൾ റോഡ് സൈഡിലാണ്. ഇപ്പോൾ ഇത് റോഡിൻ്റെ സൈഡാണ്. ഈ റോഡ് സൈഡിലുള്ള മാവുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, വളരെ വേഗത്തിൽ കായ പിടിക്കും. അത് ഈ അന്തരീക്ഷത്തിലെ ഈ പൊല്യൂഷൻ, അതായത് വാഹനങ്ങളിലെ കരി പുകയൊക്കെ വരുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ മാവിനൊക്കെ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ വേഗത്തിൽ കായാക്കിയിട്ടാണ് തരിക. അപ്പോൾ റോഡ് സൈഡിലുള്ള മാവുകൾക്കൊക്കെ വളരെ വേഗത്തിൽ കായ പിടിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള കൃത്യമായ പരിചരണം മാവിൻ തോട്ടത്തിൽ കൊടുത്താൽ സ്വാദിഷ്ടമായ മാങ്ങ നമുക്ക് കിട്ടും. പിന്നെ ഇനി പ്രാണി കുത്തി പോവുകയാണെങ്കിൽ, കായൊക്കെ പ്രാണി കുത്തി കേടുവന്ന് പോവുകയാണെങ്കിൽ അതിനുള്ള ഫിറമോൺ കെണി നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ മാവിനൊക്കെ വയ്ക്കുന്ന ഫിറമോൺ കെണികളുണ്ട്. ഈ ഫിറമോൺ കെണികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ അത് കായീച്ചേനെയൊക്കെ ആകർഷിക്കുന്ന തരം കെണികൾ വെച്ച് കഴിഞ്ഞാൽ അതിലെ ഈച്ചകൾ മുഴുവൻ അതിൽ വന്ന് ചാവും. അത് നമുക്ക് എടുത്ത് നശിപ്പിച്ച് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ മാവിന് മരുന്നടിക്കുകയോ കാര്യമായ പ്രയോഗങ്ങളൊന്നും വേണ്ട. വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട്, നല്ല ജൈവ രീതിയിൽ ചെയ്തുകൊണ്ട് മാവ് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്തരം മാവിൻ തോട്ടങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എവിടെയാണ് ഇത്തരം നല്ല തൈകൾ കിട്ടുക എന്ന് പറയുമ്പോൾ, ഈ കർഷകർ തന്നെ തയ്യാറാക്കി വെക്കുന്ന നല്ല ഇനം തൈകൾ കിട്ടും. അതായത് വലിപ്പമുള്ള ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ, നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനത്തെ വലിയ തൈകൾ കിട്ടുക. വലിയ തൈകളാകുമ്പോൾ എന്താ പറയുക, കൊണ്ട വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം എന്തായാലും കായിട്ടുള്ളൂ. അപ്പോൾ അത്തരം തൈകളും ഇത്തരം തോട്ടങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ മാവിൻ്റെ പരിചരണങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്